ഭാര്യ എന്നാൽ അടിമയാണെന്നും ഭർത്താവ് എന്നാൽ എല്ലാ തീരുമാനങ്ങളും ഒറ്റയ്ക്കെടുക്കുന്ന ആളാണെന്നും ആരാണ് പറഞ്ഞത്? വിവാഹം എന്നത് ഒരാൾ മറ്റൊരാളെ നിയന്ത്രിക്കാനുള്ള ലൈസൻസ് അല്ല, ജീവിതം മുഴുവൻ കൈപിടിച്ച് ഒരുമിച്ച് നടക്കാമെന്നുള്ള ഒരു വാഗ്ദാനമാണ്. ഒരു നല്ല ഭർത്താവ് ഭാര്യയെ വീട്ടുജോലികൾ കൊണ്ടല്ല സ്നേഹിക്കുന്നത്, അവളുടെ സ്വപ്നങ്ങളും ക്ഷീണവും പറയാതെ ഒളിപ്പിക്കുന്ന കണ്ണീരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവനാണ്. അവൾ തളരുമ്പോൾ അത് നിന്റെ ജോലി എന്ന് പറയുന്നവനല്ല, വാ നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറയുന്നവനാണ്. അതുപോലെ ഒരു നല്ല ഭാര്യ ഭർത്താവിനെ അവന്റെ ശമ്പളം കൊണ്ടല്ല വിലയിരുത്തുന്നത്, കുടുംബത്തിനു വേണ്ടി അവൻ അനുഭവിക്കുന്ന സമ്മർദ്ദവും ഉള്ളിലെ ഭയങ്ങളും മനസ്സിലാക്കി അവൻ വീഴുമ്പോൾ കൈപിടിച്ച് ഉയർത്തുന്നവളാണ്. ഒരു കുടുംബം മുന്നോട്ടു പോകുന്നത് ഒരാളുടെ ത്യാഗം കൊണ്ടല്ല, രണ്ടുപേരുടെയും സ്നേഹവും ബഹുമാനവും മനസ്സിലാക്കലും കൊണ്ടാണ്. ഓർക്കുക, നല്ലൊരു വിവാഹത്തിൽ ഞാൻ എന്ന വാക്കിനേക്കാൾ വലുത് നമ്മൾ എന്ന വാക്കാണ്. കാരണം ഒരു നല്ല വിവാഹം ഉണ്ടാകുന്നത് രണ്ട് പൂർണ്ണ മനുഷ്യർ ഒന്നാകുമ്പോഴല്ല, പരസ്പരം മനസ്സിലാക്കാൻ തയ്യാറായ രണ്ട് നല്ല മനസ്സുകൾ ഒന്നിക്കുമ്പോഴാണ്.